വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് SJ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 17 വാക്യങ്ങൾ 11 മുതൽ 19 വരെ. സമരിയാക്കാരായ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നാം സുവിശേഷത്തിൽ കാണുക. ഒരു യഹൂദന് സമരിയാക്കാരനുമായി യാതൊരു തരത്തിലും ബന്ധമില്ല. എന്നിരുന്നാലും യേശു തൻ്റെ യാത്രയ്ക്കിടയിൽ 10 കുഷ്ഠരോഗികളെ കാണുന്നു. യേശുവിൻ്റെ ഹൃദയം അലിയുന്നു. കുഷ്ഠരോഗികൾക്കും അറിവുള്ളതാണ് യേശു ഒരു യഹൂദനാണെന്നും അകലം പാലിക്കണം എന്നും ഉള്ളത്. എന്നാൽ അവരുടെ രോഗത്തിൻ്റെ ആധിക്യം നിമിത്തം മതമോ ജാതിയോ ഒന്നുമല്ല മനസ്സിൽ വരുന്ന ചിന്ത. ഞങ്ങൾ മനുഷ്യരാണ് എന്നതുതന്നെ. യേശുവിന് അവരുടെ മേൽ അലിവ് തോന്നുന്നു. സൗഖ്യം നൽകുന്നു. സൗഖ്യവിവരം പുരോഹിതനെ കാണിച്ച ശേഷം തിരികെ വന്ന് നന്ദി പറഞ്ഞത് ഒരാൾ മാത്രം. 1-ാം വായനയിൽ നാം കാണുന്നുണ്ട്, ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് നാമാൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി അവൻ തൻ്റെ കുഷ്ഠത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. നാമാൻ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് കർത്താവിനെ ഏറ്റുപറയുന്നു എന്ന്. നന്ദി മനുഷ്യ മനസ്സിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണമാണ്, പുണ്യമാണ് അത്. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽക്കാരെക്കാൾ ശ്രേഷ്ഠനാണ് നന്ദിയുള്ള ആ ഒറ്റ വിജാതീയൻ എന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ചൂണ്ടിക്കാണുന്നു. അതെ, നന്ദി ഒരാളുടെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നു. ഇന്ന് നാം ഈ ഭൂമിയെയും ഭൂമിയുടെ വസ്തുക്കളെയും ഉപയോഗിക്കുന്നത് അവകാശം പോലെയാണ്. നന്ദിയുടെ ഭാവം ഒരിടത്തും കലർന്നിട്ടില്ല. നാം ഭൂമിയുടെ അവകാശികൾ എന്ന ഭാവത്തിൽ നമ്മിലേക്ക് വരുന്ന എല്ലാറ്റിനെയും നാം ഉപയോഗിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്നുമുള്ള നേരനുഭവം ഇനി എന്നാണ് നമുക്കുണ്ടാവുക? ജീവശാസ്ത്രപരമായി പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യജീവൻ ഒന്നടങ്കം നശിച്ചു പോയാലും ഭൂമിയുടെ നിലനിൽപ്പിന് ലെവലേശം അത് ഭീഷണിയല്ല. മനുഷ്യനല്ലാതെ മറ്റേതൊരു ജീവജാലവും ഏതൊരു സ്പീഷീസും ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായാൽ അത് ഭൂമിക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ. മനുഷ്യൻ ഭൂമിക്കൊന്നും തിരികെ നൽകുന്നില്ല. ഈയൊരു ചിന്ത നമ്മെ എളിമയുള്ളവരാക്കണം. വി ആർ അറ്റ് ദ റിസീവിംഗ് എൻഡ് ആൻഡ് വി ആർ അറ്റ് ദ മേഴ്സി ഓഫ് ദിസ് എർത്ത്. നമ്മൾ സ്വീകർത്താക്കളാണ്. ദൈവപിതാവിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിക്കുക. എത്ര നന്ദി പറഞ്ഞാലാണ് തീരുക? ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് ഉണരാൻ സാധിച്ചെങ്കിൽ, ഇപ്പോൾ നിനക്ക് ശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ, നടക്കാൻ, കാണുവാൻ, പുഞ്ചിരിക്കാൻ ഒക്കെ സാധിക്കുന്നുവെങ്കിൽ എത്രയേറെ നീ നന്ദി പറയേണ്ടു. നമുക്കൊന്ന് ഓർത്തെടുക്കാം. വ്യക്തിപരമായി, കുടുംബപരമായി നന്ദി പറയേണ്ടുന്ന മേഖലകൾ ഏതൊക്കെയാണ്? തമ്പുരാനുള്ള നന്ദിയുടെ ഒരു ദിനമായി മാറട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. യേശുനാഥ, എനിക്കായി നീ ചെയ്തോ